പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, 5-ാമത്തെ തിരുവചനം. ഞാനിപ്പോൾ കൽപ്പിക്കുന്ന ഈ തിരുവചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വ്യക്തമായിട്ട് കേൾക്കണം. അത് ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നൊരു കാഴ്ച നമ്മൾ കാണും. തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഈശോ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണ് നോക്കണേ. ചില സമയങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനകൾ വയ്ക്കുന്ന ദിവസങ്ങളിൽ അപ്പച്ചനും അമ്മച്ചിയൊക്കെ അവരെ നിർബന്ധമായിട്ട് എഴുന്നേൽപ്പിച്ച് ഈ കുഞ്ഞുങ്ങളെയും കൂട്ടി പള്ളിയിലേക്ക് വരുന്നൊരു കാഴ്ചയുണ്ട്. ഇതിലും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാനില്ല. തങ്ങളുടെ മക്കളെ ഇങ്ങനെ സ്നേഹത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിർബന്ധപൂർവം പറഞ്ഞയക്കുന്ന അപ്പനും അമ്മയും. അവർക്കറിയാം ഇവിടെ നിന്നാണ് ബലം, ഇവിടെ നിന്നേ കിട്ടുള്ളൂ ശക്തി. ഈ ഓൾട്ടർ ബോയ്സായിട്ടും ഗേൾസായിട്ടൊക്കെ അൾത്താരയിലേക്ക് ഉയർത്താനായിട്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനായിട്ട് പറയുന്ന ദിവസം മാതാപിതാക്കളെ കൂടെ വിളിക്കാറുണ്ട്. അന്നത്തെ ദിവസം അവർ കുഞ്ഞുങ്ങളെയാണ് കാഴ്ചയായിട്ട് കൊണ്ടുവരണത്. അവർക്ക് കാഴ്ചവെക്കാനായിട്ട് കൊച്ചുങ്ങളാവുള്ളത്. ആ കുഞ്ഞുങ്ങളെ അൾത്താരയിലേക്ക് കാഴ്ചവെക്കുന്ന ഏറ്റവും ഭംഗിയുള്ള ഒരു രീതിയുണ്ട്, ഒരു കാഴ്ചയുണ്ട്. ഇതിലും വലിയൊരു സുരക്ഷിതത്വം ഈ മക്കൾക്ക് ഇനി ജീവിതത്തിൽ കിട്ടാനില്ലെന്നുള്ളതാ സത്യം. മക്കളെ ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ടോ അൾത്താരയിലേക്ക്? മക്കളെ ഒന്ന് നിർബന്ധിച്ചിട്ടുണ്ടോ ഈശോയോട് ചേർന്ന് നിൽക്കാനായിട്ട്? കർത്താവിൻ്റെ അടുത്ത് അവരെ കൊണ്ടു ചെല്ലാനായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ? അതിനുവേണ്ടി ഇത്തിരി സമയം മാറ്റി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ചോദ്യം. ഇത് ഒരു ഭാവി തലമുറയെ വിശ്വാസത്തിലും കർത്താവിനോടുള്ള സ്നേഹത്തിലും വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു റിഫ്ലക്ഷനാണ്. നമ്മളെക്കുറിച്ച് തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഇത്തിരി സമയം മാറ്റി വെച്ചിട്ടുണ്ടോ? അവരെ നിർബന്ധിച്ചിട്ടുണ്ടോ ഒന്ന് പോകാനായിട്ട്? പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടാനായിട്ട് എൻ്റെ വാക്കോ പ്രവൃത്തിയോ എൻ്റെ നിർബന്ധങ്ങളോ അവരെ സഹായിച്ചിട്ടുണ്ടോ? അതൊന്ന് ആലോചിച്ചെടുത്തിട്ട് വേണം ഇന്നത്തെ ഈ ആരാധനയുടെ മുൻപിലിരിക്കാൻ വേണ്ടിയിട്ട്. ജീവിതത്തിലെ ഏറ്റവും ഭാരമുള്ള ഓർമ്മയായിട്ട് ഇപ്പോഴും കാലങ്ങൾക്ക് മുന്നേ നടന്നതാണ്, വർഷങ്ങൾക്ക് മുന്നേ നടന്നതാണെങ്കിലും ഉള്ളിൽ കിടക്കുന്ന ഒരു ഓർമ്മയുണ്ട്. പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനമാണ്. ഈ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനത്തിൻ്റെ അന്ന് 3 മക്കളുള്ള ഒരപ്പൻ തൻ്റെ 3 മക്കളെയും കാറ്റഗിസത്തിൽ നിന്ന് വിളിച്ചിട്ടുമാണ്. കാറ്റഗിസം കഴിഞ്ഞിട്ടാണ് അവിടെ പരിശുദ്ധ കുർബാന. അപ്പോൾ നമ്മൾ ചോദിക്കും, ചേട്ടാ ഈ ഒരു മാമോദിസയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഈ 3 കൊച്ചുങ്ങളെയും കാറ്റഗിസം കഴിയുമ്പോൾ വിളിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട, ചേട്ടാ കുർബാന കൂടണ്ടേ, പരിശുദ്ധ കുർബാന കൂടണ്ടേ? ഇന്ന് തിരുനാൾ ദിവസമാണ്. വേറെ ഒന്നുമില്ല, ഒരു പ്രകോപനവും കൂടാതെ ഈ മനുഷ്യൻ നമ്മളോട് തട്ടിക്കയറുന്നുണ്ട്. അച്ഛനൊന്നും അറിയില്ല, വീട്ടിലെ പ്രശ്നവും കൊണ്ടായിരിക്കാം ചിലപ്പോൾ. അച്ഛനൊന്നും അറിയില്ല, ഈ കൊച്ചുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടതിൻ്റെ വിഷമം അറിയില്ല. അപ്പോഴാണ് കുർബാന കൂടുന്നത്. ഈ 3 കൊച്ചുങ്ങളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ അപ്പനിങ്ങനെ നടന്നു പോകുന്ന കാഴ്ച പള്ളിയിൽ നിന്നല്ല കർത്താവിൽ നിന്നായിരുന്നല്ലോ എന്നോർക്കുമ്പോൾ ഇപ്പോഴും ഒരു സങ്കടമുണ്ട്. അത് ഈ കുഞ്ഞുങ്ങളെ എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ തന്നെ ഈശോയിൽ നിന്ന് അകറ്റി കളയണേ? കർത്താവ് പറയും, കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്ക്, സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരെ. ഈശോയുടെ അടുത്ത് കൊണ്ടുവരാൻ ഈശോ തന്നെ പറയാണ്, കൊച്ചുങ്ങളെ എൻ്റെ അടുത്ത് കൊണ്ടോ. എന്നിട്ട് നമ്മൾ കർത്താവിൻ്റെ വാക്ക് കേൾക്കാതെ അവരെ മറ്റെവിടെയൊക്കെ കൊണ്ടു നടക്കുകയാണല്ലോ. ഡാൻസ് പഠിപ്പിക്കാൻ, കരാട്ടയ്ക്ക് പഠിപ്പിക്കാൻ. ഓർക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എത്ര നേരം വേണമെങ്കിലും മാതാപിതാക്കൾ അവരുടെ കൂടെ പോയിരിക്കുന്നുണ്ട്. അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും കോച്ചിങ്ങിന് വേണ്ടിയിട്ട്, ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട്, ഒരു കരാട്ടയുടെ ക്ലാസ് നടക്കുമ്പോൾ, ഒരു മ്യൂസിക് പ്രോഗ്രാം നടക്കുമ്പോൾ ഈ മക്കളുടെ കൂടെ പിന്നാലെ എല്ലാം മാറ്റിവെച്ച് നടക്കുന്ന മാതാപിതാക്കൾക്ക് എന്തുകൊണ്ടാണ് പള്ളിയിൽ കൊണ്ടുപോകാനായിട്ട് നേരമില്ലാത്തത്? ഞങ്ങൾക്ക് സമയമില്ലെന്നാണ് പറയണേ. ജോലിക്ക് പോകണം, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എല്ലാം മാറ്റിവെക്കുന്നുണ്ടല്ലോ. പ്രയാസം കൊണ്ട് പറഞ്ഞു പോകുന്നു. ഈ കുഞ്ഞുങ്ങളൊക്കെ അൾത്താരയിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ കാരണം, പ്രാർത്ഥന പഠിക്കാത്തതിൻ്റെ കാരണം, കുരിശുവരയുടെ അർത്ഥം ഇതുവരെയും മനസ്സിലാക്കാത്തതിൻ്റെ കാരണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന അപ്പനെ വിളിക്കുന്ന പ്രാർത്ഥനയാണെന്ന് തിരിച്ചറിയാത്തതിൻ്റെ കാരണം,
നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ആവർത്തിച്ചുള്ള കൊന്ത പ്രാർത്ഥന, കൊന്ത ജപമാല അവർക്ക് മടുക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ഈശോയെ, അങ്ങയുടെ അടുക്കലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് വയ്ക്കുന്ന, ഇങ്ങനെ ഈശോയെ സ്നേഹിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ മറന്നുപോയല്ലോ എന്നുള്ള സങ്കടത്തോടെ വേണം ഈ കർത്താവിൻ്റെ തിരുമുൻപിൽ ഇരിക്കാനായിട്ട്. ഇന്ന് ഇങ്ങനെ അകന്ന് നടക്കുന്നവരൊക്കെ, ഇന്ന് തെറ്റിപ്പോകുന്ന മക്കളൊക്കെ ഏതോ ഒരു ദിവസത്തിൽ കർത്താവിൻ്റെ കരം വിട്ടുപോയെന്ന് അപ്പനും അമ്മയും ശ്രദ്ധിക്കാത്ത മക്കളാണെന്നുള്ളത് തന്നെയാണ് സത്യം. ആദ്യ ദിവസത്തിൽ അവരെ തിരുത്തി അവൻ്റെ അടുക്കലേക്ക് വീണ്ടും ഒന്ന് അടുപ്പിച്ചിരുന്നെങ്കിൽ ഈ മക്കളുടെ ജീവിതത്തിൻ്റെ ഗതി മാറിയാനേന്ന്. അവരെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുക. കാരണം സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. കർത്താവെ, ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും എല്ലാ കാലത്തും അങ്ങയുടെ അൾത്താരയോട് ചേർന്നിരിക്കാൻ വേണ്ട അനുഗ്രഹം കൊടുക്കണമേ. അതിന് ഞങ്ങൾ ഓരോരുത്തരും കാരണക്കാരായി തീരട്ടെ. അവരെ അവിടെ നിന്ന് അകന്നു പോകാൻ അനുവദിക്കാത്ത വിധത്തിൽ നിർബന്ധപൂർവമെങ്കിൽ നിർബന്ധപൂർവം, സ്നേഹത്തോടെയെങ്കിൽ അങ്ങനെ എങ്ങനെയെങ്കിലും അങ്ങയിലേക്ക് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നവരായിരിക്കാനുള്ള ബലം തരണമേ. ഒരിക്കലും അങ്ങയുടെ കരം വിട്ട് അവർ പോകാതിരിക്കത്തക്ക വിധത്തിൽ അവരെ ബലപ്പെടുത്തുകയും നിർബന്ധപൂർവം അവരെ അങ്ങിലേക്ക് ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്ന മനുഷ്യരായിരിക്കാം. അങ്ങനെ അവരുടെ ആത്മാവിൻ്റെ കാവൽക്കാരായിരിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് ഉള്ളു നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടെ തെറ്റിപ്പോയിട്ടുള്ളവരെ പ്രത്യേകമായും കർത്താവിൻ്റെ ഈ കരുതലിലേക്കൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് മുട്ടിന്മേലായിരിക്കും. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പനും അമ്മയും നിർബന്ധിച്ചതുകൊണ്ട് മാത്രം പള്ളിയിൽ പോയിരുന്നൊരു സമയമുണ്ടായിരുന്നു. എന്നാൽ അന്ന് അവരുടെ ആ നിർബന്ധം ഇന്ന് ഈ അൾത്താരയിലേക്ക് വരെ ഉയർത്തിയ ജീവിതത്തിൻ്റെ ഉദാഹരണവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കണേ. അന്നത്തെ നിർബന്ധം ഒരു പുരോഹിതനെ ഈ ലോകത്തിന് സമ്മാനിച്ചെങ്കിൽ നമ്മുടെ മക്കളെ ഒന്ന് ഈശോയ്ക്ക് വേണ്ടി നിർബന്ധിച്ചു തുടങ്ങിക്കൂടെ? കർത്താവെ അനുഗ്രഹിക്കും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.